നമസ്തേ. തീർച്ചയായും അറിഞ്ഞിരിക്കുക ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം. ഔറംഗസീബ് മഥുരയിലെ ശ്രീനാഥ ക്ഷേത്രം തകർത്തപ്പോൾ അതിന് പ്രതികാരമായി 100 മുസ്ലിം പള്ളികൾ തകർത്ത മേവാർ രാജവംശത്തിൻ്റെ ചരിത്രം നമുക്കറിയുമോ? ഇതേ രാജവംശത്തിലെ വീർ ദുർഗാദാസ് റാത്തോഡ് ഔറംഗസീബിനെ പരാജയപ്പെടുത്തി മഹാരാജ് അജിത് സിംഗിനെ രാജാവാക്കി വിജയിച്ച ചരിത്രം നമുക്കറിയുമോ? ഷാജഹാനെ തോൽപ്പിച്ചോടിച്ച രാജ് സിംഗിൻ്റെയും മകൻ ഭീം സിംഗിൻ്റെയും ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഔറംഗസീബിനെ തകർത്തുവിട്ട ദുർഗാദാസ് റാത്തോഡിൻ്റെ ഭക്ഷണവും വെള്ളവും ഉറക്കവുമെല്ലാം കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ദുർഗാദാസ് ഇല്ലായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ ഹൈന്ദവരുടെ നിശബ്ദമായ ശ്മശാനമായിരുന്നേനെ എന്ന് അവിടുത്തെ നാടൻ പാട്ടുകളിൽ ഇപ്പോഴും പാടിക്കേൾക്കാം. ശിവാജിയെ പോലെ ഗറില്ല യുദ്ധകലയിൽ നിപുണനായിരുന്നു ദുർഗാദാസ്. നെഹ്റുയിസത്തിൻ്റെ മലമൂത്ര വിസർജനം ഭുജിച്ച ഇടതുപക്ഷ ചരിത്രകാരന്മാർ ഛർദ്ദിച്ചത് അറിവായി നക്കുന്നവർക്ക് ഭാരതത്തിൻ്റെ പോരാട്ടങ്ങളുടെ കഥ അറിയില്ല. കറാച്ചിക്ക് സമീപമുള്ള ദബ്ബാലിൽ 700 ബുദ്ധ സന്യാസിനിമാരെ ബലാത്സംഗം ചെയ്തുകൊണ്ട് മ്ലേച്ഛന്മാർ അറബ് മുസ്ലിങ്ങൾ നടത്തിയ ആദ്യത്തെ ഭാരത അധിനിവേശം. ഈ ഇസ്ലാം കാബാലികന്മാരെ കൊന്ന് അവരുടെ തലയറുത്ത് ഇറാഖിലേക്ക് അയച്ച ഭാപ്പ റാവൽ നാഗ്ഭട്ടനെ കുറിച്ച് നമുക്കോ പുതിയ തലമുറക്കോ ഒന്നും അറിയില്ല. അവിടെ തൊട്ടുണ്ട് ഇസ്ലാം അധിനിവേശത്തോടുള്ള ഭാരതത്തിൻ്റെ നിരന്തര പോരാട്ട ചരിത്രം. ഈ ചരിത്രങ്ങളൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചിരുന്നില്ല. നന്നായി ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയുടെ കീഴിൽ ഹിന്ദു യോദ്ധാക്കളെ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കി മുഗളന്മാരെ മഹാന്മാരായി ചിത്രീകരിക്കുന്ന വ്യാജ ചരിത്രം മാത്രമാണ് നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ മഹാറാണ പ്രതാപിൻ്റെ സ്ഥാനത്ത് സ്വേച്ഛാധിപതിയും ധിക്കാരിയുമായ അക്ബർ മഹാനാണെന്ന് പഠിക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി. ഇങ്ങനെ തമസ്കരിച്ച് വളച്ചൊടിച്ച ചരിത്രം നമുക്ക് പഠിക്കേണ്ടി വന്നതിന് കാരണക്കാർ 2 പേരാണ്. ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദും. ഭാരതീയ സംസ്കാരത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളെ അവർ 3ആയി തിരിച്ചു. ഇന്ത്യ ചരിത്രത്തിൻ്റെ മധ്യകാലഘട്ടത്തെ മുഗളന്മാരുടെ കീഴിൽ സുവർണ കാലഘട്ടമായി അവർ അവതരിപ്പിച്ചു. AD 1556 അക്ബറിൽ തുടങ്ങി 1658 ഔറംഗസീബിൽ വെറും 100 വർഷം കൊണ്ട് അവസാനിച്ച മുഗൾ ഭരണം ഭാരത ചരിത്രത്തിലെ മധ്യകാലഘട്ടത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രമായി നമുക്ക് പഠിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നിലം തൊടാതെ മുഗളന്മാർ ചെറുത്തുനിൽപ്പ് നേരിട്ടിരുന്നു. ഇവരുടെ കാലഘട്ടത്തിലെ ഒരേ ഒരു ദൗർഭാഗ്യം ഹിന്ദുക്കൾ ഒരു കുടക്കീഴിൽ നിന്ന് പോരാടിയില്ല എന്നത് മാത്രമായിരുന്നു. പ്രാദേശികമായി വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി അവർ പ്രതിരോധം തീർത്തു. 100 വർഷമെങ്കിലും മുഗൾ ഭരണം നീണ്ടുപോയത് അതുകൊണ്ട് മാത്രമായിരുന്നു. ഹുമയൂണിനെ പുറത്താക്കി ബാബർ 4 വർഷമാണ് ഭരിച്ചത്. അക്ബർ മുഗൾ ഭരണത്തിൻ്റെ വിത്തുപാകി. പിന്നെ ഷാജഹാനും ജഹാംഗീറും ഔറംഗസീബിലൂടെ മുഗൾ വംശം അവസാനിച്ചു. തെക്ക് ശിവാജി, രാജസ്ഥാനിൽ ദുർഗാദാസ്, പടിഞ്ഞാറ് സിഖ് ഗുരു ഗോവിന്ദ് സിംഗ്, കിഴക്ക് ലജിത് ബർഫൂക്കൻ. ബുന്ദേൽഖണ്ഡിലെ രാജ ഛത്രസാൽ മുഗൾ രാജാക്കന്മാരെ തോൽപ്പിച്ച ആ രാജവംശത്തെ തൂത്തെറിഞ്ഞ ധീരന്മാരായ ഭാരത രാജാക്കന്മാരുടെ ചരിത്രം നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു. ഇസ്ലാം തീവ്രവാദി ഭരണാധികാരികൾ അങ്ങേയറ്റം പ്രാകൃതരായി മാറിയപ്പോഴെല്ലാം ഹിന്ദുക്കൾ കൂടുതൽ സംഘടിതരായി ചെറുത്തുനിന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹിന്ദുക്കൾ എപ്പോഴും വാളിനെ ചെറുത്തു. പക്ഷേ സൂഫികളാലും മിഷണറിമാരാലുമുള്ള മതപരിവർത്തനത്തിന് മുന്നിൽ ഹിന്ദു പരാജയപ്പെട്ടു എന്നതും യാഥാർത്ഥ്യം. ഈ 3-4 തലമുറകൾ മാത്രമുള്ള മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ, പഠന സിലബസുകൾ, പൊതുവിജ്ഞാനം, മത്സര പരീക്ഷകളിലെ ചോദ്യങ്ങൾ, പരസ്യങ്ങളിലെ പാട്ടുകൾ ഇവയെല്ലാം കൊണ്ട് വലിയ ബഹളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഭാരതത്തിൻ്റെ മധ്യകാലഘട്ടം മുഴുവൻ ഈ 100 വർഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് തലമുറകളെ വിശ്വസിപ്പിച്ചു. ഓർക്കുക, മുഗൾ ഭരണത്തിൽ രാജസ്ഥാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മേവാർ രാജവംശം ഒരിക്കലും മുഗളന്മാരുടെ മുന്നിൽ തോറ്റിട്ടില്ല. തെക്കും കിഴക്കും മുഗളന്മാർക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇനി ചിന്തിക്കൂ, 3-4 തലമുറകളും 1 നൂറ്റാണ്ടിലേറെയും ഇന്ത്യ ഭരിച്ച മറ്റ് രാജവംശങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യമോ സ്ഥാനമോ ലഭിച്ചിട്ടുണ്ടോ? വിജയനഗര സാമ്രാജ്യം മാത്രം 300 വർഷം നീണ്ടുനിന്നു. ഹംപി നഗരത്തിൽ വജ്രങ്ങളുടെയും മാണിക്യങ്ങളുടെയും വലിയ വിപണികൾ തന്നെ ഉണ്ടായിരുന്നു. ജരാസന്ധ വംശത്തിലെ രാജാക്കന്മാർ 2600 വർഷം ഈ നാട് ഭരിച്ചതിൻ്റെ തെളിവുകൾ ഒട്ടേറെയുണ്ടെങ്കിലും അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പ്രദ്യോത രാജവംശത്തിലെ 5 രാജാക്കന്മാർ 138 വർഷവും, ശിശുനാഗ രാജവംശം 360 വർഷവും, നന്ദരാജവംശം 100 വർഷവും 12 തലമുറ മൗര്യന്മാരും ഈ നാട് ഭരിച്ചു. കൺവ രാജവംശം 85 വർഷവും, ശതവാഹനന്മാർ 506 വർഷവും, ഗുപ്ത രാജവംശം 245 വർഷവും ഭരിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ മുഴുവൻ ഭരിക്കുകയും ഏറ്റവും കൂടുതൽ ചോര നൽകിക്കൊണ്ട്
ആക്രമണകാരികളിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്ത പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധ് മുതൽ അഫ്ഗാനിസ്ഥാനിലെ സമർഖണ്ഡ് വരെ ഭരിച്ചിരുന്ന രഘുവംശി ലോഹർ റാണ അലക്സാണ്ടറുമായി യുദ്ധത്തിന് ഇറങ്ങി. മുഹമ്മദ് ഗസ്നിയെ തോൽപ്പിച്ചോടിച്ച ചാലൂക്യന്മാരുടെ കഥകളോ ഗസ്നി കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്ത് തിരികെ കൊള്ളയടിക്കുകയും അയാളുടെ മകൻ്റെ തലയെടുക്കുകയും ചെയ്ത ജാട്ടു വംശത്തെക്കുറിച്ചോ നമ്മൾ പഠിച്ചിട്ടില്ല. മ്ലേച്ഛന്മാരെ കാശ്മീരിൽ വെച്ച് പരാജയപ്പെടുത്തിയ കാർക്കോടക രാജവംശത്തിലെ ലളിതാദിത്യമുക്ത പീഡ രാജാവിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. വൈദേശിക ആക്രമണങ്ങളെ അരനൂറ്റാണ്ടിലേറെ ചെറുത്തുനിന്ന ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ അപൂർവം ചക്രവർത്തിനിമാരിൽ ഒരാളായ കാശ്മീരിലെ രാജ്ഞി ദിദ ലോഹ്റാന ലോഹർ ക്ഷത്രിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഓർക്കുക, ഹിന്ദുക്കളെ അടിമകളാക്കിക്കൊണ്ട് ഒരു ഇസ്ലാം ഭരണാധികാരിയും ഏകപക്ഷീയമായി ഈ നാട് ഭരിച്ചിട്ടില്ല. നിരന്തരമായ പോരാട്ടങ്ങൾ ഇവിടെ നടന്നിരുന്നു. ഇസ്ലാം അധിനിവേശത്തിൽ 8 കോടിയിലധികം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടതായാണ് ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ കണക്ക്. അത്രയും തന്നെ സ്ത്രീകൾ വിധവകളായി. അതിലേറെ പേരും ബലാത്സംഗം ചെയ്യപ്പെട്ടു, അടിമകളാക്കപ്പെട്ടു. ഹിന്ദുക്കളുടെ പവിത്രമായ 10,000-കണക്കിന് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. ക്രൂരമായ ചരിത്രങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഉള്ളം മരവയ്ക്കുന്ന തീക്ഷ്ണമായ യാതനകൾ അനുഭവിച്ചുവെങ്കിലും ഹിന്ദുക്കൾ പൊരുതി തന്നെ നിന്നിരുന്നു. ആ പോരാട്ടവീര്യം കൊണ്ട് മാത്രമാണ് ഇന്നും ഈ നാട്ടിൽ അവൻ ഭൂരിപക്ഷമായി തന്നെ നിലനിൽക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ജയ് ശ്രീരാം, ജയ് ഭാരത്.